ഇങ്ങനെ മറ്റേ ഇതൊക്കെ വർക്കാവും, ഗസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വർക്കാവും ഉണ്ടല്ലേ. അപ്പോൾ കീബോർഡ് ഒന്നും എക്സ്പെർട്ട് ആവാത്തവർക്ക് ഭയങ്കര എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് പരിപാടി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണിലാണ് കംഫർട്ട് എന്നുണ്ടെങ്കിൽ, അതായത് പി സിയിലുള്ള കുറേ ആപ്സ്, അതായത് ഡെസ്ക്ടോപ്പിൽ വരുന്ന ആപ്സ് ഇവിടെ ഇതായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ ചെയ്യണോ? വലിയ പരിപാടിയൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പി സി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കൺട്രോൾ ചെയ്യാം. അതായത് മറ്റേ ആപ്പിളിൻ്റെ ട്രാക്ക് പാഡൊക്കെ അല്ലേ, അതായത് അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ട്രാക്ക് പാഡ് പോലെ ഇങ്ങനെ ഫുള്ള് ഇതാക്കാം, അങ്ങനെ ആക്കാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ. അത് മാത്രമല്ല, നിങ്ങൾക്ക് കീബോർഡൊക്കെ നമ്മുടെ ഫോണിലെ കീബോർഡ് യൂസ് ചെയ്തിട്ട് പി സിയിൽ ടൈപ്പ് ചെയ്യാം. അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഉണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് പ്ലേ സ്റ്റോറിലുണ്ട്, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ വെക്കുക, ജസ്റ്റ് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്കുള്ള പരിപാടി പി സിയിലാണ്. പി സിയിലും കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഇത് മേ ബി മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതായിരിക്കും. ഐഫോണും ഐപാഡൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി ഐഫോണിലും ഐപാഡിലൊക്കെ ഉണ്ടായിരിക്കാം. ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ആപ്പൊന്നും iOS ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് വിൻഡോസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ആണ്. അപ്പോൾ ഇത് മാക്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്പാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ മാക്കിലും ഉണ്ട്, പിന്നെ ഉബുണ്ടു സംഭവത്തിലൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. എനിവേ നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. എവിടെ ഇതാണ് സംഭവം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സാധാ ഒരു ബേസിക് ഇൻസ്റ്റാളേഷൻ പോലെ ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാം വെച്ച് കൊടുത്തു വിടുക. ഓക്കെ, ഇത് ഐ പ്രിഫർ ലിമിറ്റഡ് യൂസ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അഗ്രി കൊടുക്കണമെങ്കിൽ ചെയ്യാം. ഇതെന്തോ ഒരു ഡാറ്റ എന്തോ സംഭവമാണ്, എന്തോ ബ്രൈറ്റ് ഡാറ്റ അങ്ങനെ എന്തോ സംഭവമാണ്. ഏതായാലും ലിമിറ്റ് യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ആപ്പ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആവൂല, അതങ്ങനെയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ തിരിച്ചു വരിക. ഈ ഒരു ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പി സിയും ഈ ഒരു മൊബൈലും സെയിം നെറ്റ്വർക്കിലായിരിക്കണം. അല്ലാണ്ടെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് വൈഫൈ അത് കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു വൈഫൈ തന്നെ രണ്ടും ഡിവൈസും പെയർഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഡിവൈസിന്റെ നെയിം കാണും. ഇത് കൊടുത്തിട്ടുണ്ട്. കണക്ട് ആയി, ഇത്ര പണിയുള്ളൂ. ജസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ തോന്നുന്നു. കൺട്രോൾ ആവുന്നുണ്ട്, ഇത്ര പണിയുള്ളൂ. ഈ ട്രാക്ക് പാഡ് എയിം ആയവർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ട്രാക്ക് പാഡ് വലിയ എയിം ഇല്ല, കാരണം ഞാൻ ലാപ്പിലൊക്കെ എഡിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും ഭയങ്കര റിസ്ക് ആണ്. എനിക്ക് കഴിയില്ല. എനിക്ക് നമ്മുടെ മൗസ് യൂസ് ചെയ്താലേ ആ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ ട്രാക്ക് പാഡ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ലാപ്ടോപ്പിൽ നിന്ന് പി സിക്ക് വന്നവർക്കൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇത് എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കംപ്ലീറ്റ്ലി ഇതാണ് കേട്ടോ. ഞാൻ മൗസൊന്നും തൊടുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മറ്റേ ഇതൊക്കെ വർക്കാവും, ഗസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വർക്കാവും ഉണ്ടല്ലേ. എന്തൊക്കെ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രീമിയർ ഓൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയുണ്ട് നോക്കാം. ഈ എഡിറ്റിങ് നടക്കുമോ നോക്കാം. ഐപാഡിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വലിയ ഇതിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. ഇനി എൻ്റെ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ ഇത് ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കഴിയുള്ളൂ എന്ന് തോന്നുന്നു. അടിപൊളിയായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇത് എയിം ആയവർക്ക് സുഖമായിട്ട് എഡിറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ കഴിയും നോക്കട്ടെ. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യണമല്ലോ അല്ലേ. പറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഡീസെൻ്റ് ആയിട്ട് പറ്റുന്നുണ്ട്, പരിപാടിയൊക്കെ പറ്റും. പക്ഷെ ഇതിൽ ബാനറായിട്ട് ഇങ്ങനെ പരസ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റേ പ്രോ വേർഷൻ വാങ്ങിയാൽ മതി. 250 രൂപ എങ്ങാണ്ടാണ്. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കാം. ജസ്റ്റ് ഇവിടെ ഉണ്ടോ കീബോർഡിൻ്റെ, അത് നിൽക്കിക്കഴിഞ്ഞാൽ കീബോർഡ് കിട്ടും. ജസ്റ്റ് ഇതിലൊന്ന് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ കീബോർഡൊന്നും എക്സ്പെർട്ട് ആവാത്തവർക്ക് വല്ല ഡാറ്റ എൻട്രിയോ അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് പരിപാടി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണിലാണ് കംഫർട്ട് എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ആവുന്നുണ്ട് കേട്ടോ. ഡിലേ ഒന്നും വല്ല രീതിക്കില്ല. അടുത്ത ഫീച്ചർ, അതായത് പി സിയിലുള്ള കുറേ ആപ്സ്, അതായത് ഡെസ്ക്ടോപ്പിൽ വരുന്ന ആപ്സ് ഇവിടെ ഇതായിട്ടുണ്ട്. പ്രീമിയർ എടുത്ത് നോക്കട്ടെ. ഇത് നമ്മൾ ജസ്റ്റ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗെയിം പാഡ് വരുന്നുണ്ട് ഇതിൽ.
ഇതിൽ വലിയ ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല. മറ്റേ മൈൻക്രാഫ്റ്റ് അല്ല, എമംഗസും ഫാൾ ഗൈസൊക്കെ വേണമെങ്കിൽ കളിച്ചു നോക്കാം. പിന്നെ ഒരു അടിപൊളി ഗെയിം പാഡ് ആപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിൽ പറ്റുന്നത് PC-യുടെ മെയിൻ ബട്ടൺസ് വരുന്നുണ്ട്, റീസ്റ്റാർട്ട് ചെയ്യാൻ, ഷട്ട് ഡൗൺ ചെയ്യാൻ, സ്ലീപ്പ് ചെയ്യാൻ, അങ്ങനെയുള്ള സംഭവങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്ത് മൊത്തം പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ PC-യുടെ ഫയലുകളും കാര്യങ്ങളും അക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം സെക്യൂർ ആണ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഡെസ്ക്ടോപ്പ് ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ PC-യുടെ ഫയലൊക്കെ തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്, ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിഞ്ഞിട്ട് ഉപയോഗമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ മറക്കരുത്. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വെറുതെ ഇങ്ങനത്തെ ആപ്സും വെക്കണ്ട. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രോ വേർഷനൊക്കെ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്താൽ, അല്ലാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടെക്നോളജി ഏരിയ കാണാം. ബൈ.